ഇന്ന് നമ്മൾ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മളതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജിൻ്റെ. സോ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ പക്കലമ കണ്ടു നോക്കാം. ട്രെയിലർ ഈ മാജിക് ഫ്രെയിംസ് മ്യൂസിക്കിലാണല്ലോ ലോഞ്ച് ചെയ്തേക്കുന്നത്. രണ്ടാമത് വേറെ തുടങ്ങിയ ചാനലാണെന്ന് തോന്നുന്നു അല്ലേ? അച്ഛൻ പോകുന്നത് ഇതിനേക്കാളും വലിയ സെന്ററിലേക്കാ. അതൊരു നരകമാണോ? ഒന്ന് കേറിയില്ല, അതിന് മുമ്പ് തുടങ്ങി മുന്നോട്ടോ. മറ്റേ എന്തൊക്കെ ചെറിയ കപ്പിയാക്ക മുതലൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതിലൊന്നും സംശയിക്കാനില്ല, ഇത് കേൾക്കും തന്നെ. സത്യം പറ, നീക്കറിയില്ലേ? തന്നെ ഭീഷണിപ്പെടുത്തണം. തന്റെ വീരസാഹസിക കൃത്യങ്ങളൊക്കെ കൊന്ന് കൊക്കഴിഞ്ഞ ഇതിലും വലിയ പണി എനിക്ക് കിട്ടുന്ന ഇതൊന്നല്ല ചോറാണ്. വെയിറ്റ് ചെയ്യും. ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹേഷ് വന്നു. പുള്ളി ഫസ്റ്റോടാ തമിഴിലുണ്ടോ ഇപ്പോൾ? നടക്കും നടക്കട്ടുമേ, ഇരുട്ടിന് നീതി മറയറ്റുമേ. ജനുവരി 10 ആഹാ. ഇത് ആക്ച്വലി എൻ്റെ ടീച്ചറിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അല്ലേ? ടീച്ചറിനൊക്കെ ബെറ്റർ. പിന്നെ കുറച്ചുകൂടെ എടുത്തറിയുന്നുണ്ട്. മറ്റേ നല്ല രസമുണ്ടല്ലോ, ലുക്ക് ആൻഡ് ഫീൽ. രണദീപ് രണദീപ് നല്ല പ്രൊഡക്ഷനും നല്ല കളേഴ്സും രസമുണ്ട്. ക്യാമറ വർക്ക് ചെയ്തേക്കുന്നത് രണദീപാണ്. നമ്മുടെ CI ഒക്കെ ചെയ്ത പുള്ളി. CI വിജയ സൂപ്പറും പൗർണമിയൊക്കെ പുള്ളി ആകാൻ. സോ ഇത് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ പരിപാടി? പിന്നെ ഇതിൻ്റെ മേജർ സീക്വൻസ് നടക്കുന്ന ആ പള്ളിയിലായിരിക്കും തോന്നുന്നു. പള്ളിയിൽ അതിനകത്താണ് തോന്നുന്നു കൂടുതൽ പരിപാടി നടക്കുന്നത്. ഇതിന്റെ ലുക്ക് രസമുണ്ട്. അർജുൻ അശോകന്റെ കണ്ണാടിയൊക്കെ വെച്ചുള്ള പുള്ളി ഇങ്ങനെ കുറച്ച് എക്സെൻട്രിക് ആയിട്ട് വന്ന പടങ്ങളൊക്കെ കുറച്ചുകൂടെ വർക്കായിട്ടുണ്ട് ഇല്ലേ? അങ്ങനത്തെ ഒരു ഇതുണ്ട് പുള്ളിക്ക് ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ കാസ്റ്റും ആൾക്കാരൊക്കെ കാസ്റ്റും ടെക്നീഷ്യന്മാരും എല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റിയുള്ള പടമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ടെക്നിക്കലി നല്ല ക്വാളിറ്റി ഉണ്ട്. ബട്ട് ഇതിന്റെ സബ്ജക്റ്റിനെ കുറിച്ചൊരു ക്ലാരിറ്റി എന്ത് ടൈപ്പ് പുണ്യാളുണ്ടാവും. ഡെഫിനറ്റ്ലി പുണ്യാളുണ്ട്. കോമഡിയുടെ ടോൺ എന്താണെന്നും ട്രെയിലറിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷെ ഫൺ സിനിമ ആയാലും വർക്കാവുന്ന അതെനിക്ക് മനസ്സിലായി. തമിഴില് മലയാളത്തിൽ അറിയത്തില്ല. 2 ഭാഷ എഴുതി കാണിച്ചിട്ടുണ്ട് ടൈറ്റിൽ. അത് എന്തോ അത് ആദ്യം ടീച്ചറിനുണ്ടായിരുന്നത്. ടീച്ചറിലും അങ്ങനെയാണ് എഴുതിയിരുന്നത്. അതെന്താണെന്ന് മനസ്സിലായില്ല. ഇനി മലയാളത്തിലും തമിഴിലും ഒരേ സമയം റിലീസായിരിക്കും. പിന്നെ തമിഴ് പാട്ടൊക്കെ പാടുന്നില്ല. തമിഴ് പാട്ട് വെച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്. അല്ലെ ഒരു ഉദ്ദേശിക്കുന്ന ഗ്രാമം തമിഴ്നാട് ബോർഡർ അങ്ങനെ മഞ്ഞമ്പൽ ബോയ്സിന് ശേഷമല്ലേ ഒരു തമിഴ് പാട്ട്. ഇപ്പോൾ ഈ പാട്ടൊക്കെ അവിടുത്തെ പഴയ മെയിൻ ഹിറ്റ് പാട്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് ഗ്രാമത്തിൽ അല്ല ഇപ്പം ഇവൻ ബോർഡർ നടക്കുന്ന കഥ അറിയില്ലടാ. അത് ഒന്നും ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ഈ മറ്റേ ഒരു എന്തെങ്കിലും തമിഴ്നാട് കണക്ഷൻ ഉണ്ടായിരിക്കണം ചില പടത്തിന്. അല്ലെങ്കിൽ ഈ പടം ഇനിഷ്യലി ആലോചിച്ച പോലെ ഈ സിനിമ അവർക്കും കൂടെ വർക്കാവുന്ന ടൈപ്പ് ഓഫ് ലൈനിലായിരിക്കണം ചെയ്തേക്കുന്നത്. കൊച്ചിന്റെ എലമെന്റ് മറ്റേ പള്ളിയിൽ എന്താണ് ആ ഒരു എലമെന്റ് ആയിരിക്കും സസ്പെൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നുള്ളത് അത് അർജുൻ അശോകൻ അറിയാം. പക്ഷെ നമുക്കറിയത്തില്ലായിരിക്കും ചിലപ്പോൾ. അതാ സംഭവം. മറ്റേ ഇവരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ കണ്ടിട്ടില്ലായിരുന്നു. മറ്റേ ഈ അനശ്വരയുടെ ക്യാരക്ടർ മറ്റേ മാലാക്കെ പോലെ കാണിച്ചിട്ട് മറ്റേ 2 സൈഡിൽ അങ്ങനെയായിരുന്നു ആദ്യത്തെ പോസ്റ്റർ. അപ്പോൾ ഏതായാലും ജനുവരി 10 റിലീസ്. അപ്പോൾ ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അത്യാവശ്യം നമുക്ക് ഏതൊക്കെ ഉണ്ട് പടം. ഐഡന്റിറ്റി ഉണ്ട്, രേഖാചിത്രമുണ്ട്, പിന്നെ ഇതുണ്ട്. പിന്നെ അതുകൂടാതെ മറ്റു ഭാഷകളിൽ നിന്നുണ്ട് മെയിൻ പടങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ന് സ്വന്തം പുണ്യാളൻ വരട്ടെ, കാണാം.